പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന് എന്തിനാണ് മുഖ്യമന്ത്രി പദം? ഭരണം മുസ്ലിം ലീഗായിരിക്കും നടത്തുക. ഭരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആകണമെന്നില്ല. ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ്. കാരണം കെ സി വേണുഗോപാൽ ഇവർക്കൊന്നും പിടികിട്ടാത്ത വിധത്തിൽ ഉയർന്നു പാർട്ടിക്കകത്ത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ 3 പേർക്ക് മുഖ്യമന്ത്രി ആകണം. 3 പേർക്ക് മുഖ്യമന്ത്രി ആയേ പറ്റും. അമ്മയെ തോൽപ്പിക്കാനായി ജാരന്മാർക്ക് കൂട്ടു നിൽക്കുന്ന ചില മക്കളുണ്ട്, അവരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് എ ഗ്രൂപ്പുകാര കരുണാകരൻ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഭർസിച്ചു എന്ന് പറയാം. പുതിയ ജനറേഷൻ്റെ നേതാവാണ് താനെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിൽ കടന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയോടുകൂടി നേതാവാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 3 പേരും. ആ 3 പേരും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഭാരവാഹിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഭാരവാഹികളെ തീരുമാനിക്കാൻ പറ്റുക. ഈ പറഞ്ഞ 3 പേരിൽ ആര് വന്നു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കും. ഒരഭിപ്രായവും പറയില്ല എന്ന് ഉറപ്പുള്ള ആളെ മാത്രമാണ് AICC പ്രസിഡന്റ് ആക്കുക. അപ്പോൾ ശല്യം ഉണ്ടായില്ല. ഖാർഗെ ശരിക്കും പറഞ്ഞ വിശ്വസ്തനായ ഒരു അടിമയാണ്. സോണിയ കുടുംബത്തിൻ്റെ കേരളത്തിൽ ജയിച്ചാൽ പോലും ആ കേരളത്തിലെ ജയം കോൺഗ്രസിൻ്റെ വളർച്ചയുടെ ലക്ഷണമായിട്ട് നമുക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങളും മുറുമുറുപ്പുകളും കൂടിക്കൂടി വരികയാണ്. കോൺഗ്രസിൽ തമ്മിത്തല്ലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോസ്റ്റർ യുദ്ധങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ KS രാധാകൃഷ്ണനാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരെന്ന് ഉള്ള ചർച്ചയിൽ തന്നെ തമ്മിത്തല്ലുകൾ മുറുകുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു പോസ്റ്റർ വന്നു VD സതീശനെതിരെ. കോൺഗ്രസ് ഫാമിലി എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ് ആ പോസ്റ്റർ വന്നത്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം, PR കൊണ്ട് മന്ത്രിയാകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണ് ഇതിന് കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. കോൺഗ്രസിൽ എന്നും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലികളും ആ വടംവലികളിൽ ഗ്രൂപ്പ് തർക്കങ്ങളും ആ ഗ്രൂപ്പ് തർക്കങ്ങളിൽ പരസ്പരമുള്ള ചെളിവാരിയെറിയലും ഒക്കെ എന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നെഹ്റുവിൻ്റെ കാലം മുതൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നില്ല. അതിൽ താഴെയുള്ള എല്ലാ പദവികളിലേക്കും മത്സരങ്ങളുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതിലൊരു തെറ്റുമില്ല. കാരണം ഒരു പദവിക്ക് വേണ്ടി ആളുകൾ മത്സരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് കോൺഗ്രസ്സിൽ ഇത് പണ്ട് മുതലേ ഉണ്ടോ എന്നുള്ളതാണ്, ഇന്ന് ഒടുങ്ങിയതല്ല. ഇത് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PT ചാക്കോയുടെ കാര്യമാണ്. കാരണം ചാക്കോയും ചാക്കോ വിരുദ്ധ ഗ്രൂപ്പും തമ്മിലുള്ള യുദ്ധം ഭയങ്കരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പീച്ചി യാത്രക്കുള്ളിൽ ചാക്കോയുടെ കാറിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള കോലാഹലങ്ങൾ വരികയും ആ കോലാഹലങ്ങളുടെ എല്ലാ അവസാനത്തിൽ ചാക്കോയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് KM ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ്, അത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. ആ കേരള കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള കോൺഗ്രസ് തന്നെയാണ് കേരള കോൺഗ്രസ് ആയിട്ടും മാറിയത്. ഒരു വിഭാഗം ഇപ്പുറത്ത് നിന്ന് മറ്റൊരു വിഭാഗം അപ്പുറത്തേക്ക് പോയി. കേരള കോൺഗ്രസ്സുകൾ മാറിയപ്പോൾ കോൺഗ്രസ്സിന് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നീട് അവർ തമ്മിൽ ഒരുമിക്കുകയും ചെയ്തു. ആ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം മാറുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ് ഓരോ ഘട്ടത്തിലും വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അത് ശങ്കർ മുഖ്യമന്ത്രി ആയപ്പോഴും ഇത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഘട്ടങ്ങളിലും ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആയിട്ട് വരുന്നുവോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കരുണാകരൻ്റെ വരവ്. കരുണാകരൻ ഈ ഏറ്റവും ചുരുങ്ങിയ ആളുകളിൽ നിന്നും ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് ഒരു മുന്നണി ഉണ്ടാക്കി. ഈ UDF എന്ന് പറഞ്ഞ മുന്നണി കരുണാകരൻ ഉണ്ടാക്കിയെടുത്താണ്. വേറെ ആർക്കും ആരുമില്ല. അതിൻ്റെ ഇത് കരുണാകരൻ ഉണ്ടാക്കിയെടുത്താണ്, എല്ലാ വിഭാഗക്കാരെയും കൂട്ടി ഒരുമിച്ച് ചേർത്ത്. അപ്പോൾ കരുണാകരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിവിധ ജാതികളിൽ പാർട്ടി ഉണ്ടാക്കി. നായർക്ക് NDP ഉണ്ടാക്കി. എന്നിട്ട് അന്ന് ആ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള കരുണാകരൻ പറഞ്ഞു പറ്റിച്ചു. കാരണം ഈ സിംഗപ്പൂർ ഹൈ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ് എന്ന് പറഞ്ഞ് അങ്ങേരെ വിശ്വസിപ്പിച്ചിട്ട് അങ്ങേരെ സിംഗപ്പൂർ ഹൈ കമ്മീഷണറാക്കി വിട്ടതിന് ശേഷം ഇവിടെ NDP ഉണ്ടാക്കി. രാമേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ഒരു NDP വന്നു. അദ്ദേഹം അതിനെ തുടർന്ന് മന്ത്രിയാകുകയും ചെയ്തു. പിന്നെ SRP ഉണ്ടാക്കി. P. ഗംഗാരനായിരുന്നു SRPക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഗംഗാരൻ്റെ നേതൃത്വത്തിൽ SRP വന്ന് SRPയുടെ ഇത്.
ദിനകരൻ്റെ നേതൃത്വത്തിൽ ധീവരസഭയെ കൊണ്ട് DLP ഉണ്ടാക്കി. ഇങ്ങനെ വിവിധ ജാതി സംഘടനകളെ കൊണ്ട് പാർട്ടി ഉണ്ടാക്കി. ആ സംഘടനകളെ മുഴുവൻ എടുത്ത് ഒരുമിച്ച് നിർത്തി UDF ഉണ്ടാക്കി. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കരുണാകരൻ UDF ശക്തമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത്. ആ കരുണാകരനെ മാറ്റുന്നതിന് വേണ്ടി ആൻ്റണിയും കരുണാകരനും തമ്മിലുള്ള ഗുസ്തികളുടെ ഇടക്കാണ് ചാരക്കേസ് പൊന്തി വരുന്നത്. ചാരക്കേസിൽ കരുണാകരൻ ഒരു പങ്കുമില്ലാത്തൊരു കേസാണ്. പക്ഷേ കരുണാകരൻ മാറ്റുന്നതിന് വേണ്ടി ചാരക്കേസിനെ ഒരു വടിയാക്കി എടുത്ത് കരുണാകരനെ അടിച്ചോടിക്കുകയും ആ കരുണാകരൻ രുഷ്ടനായിട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് കരുണാകരൻ പുത്തരിക്കണ്ടം മൈതാനത്ത് ചേർന്ന സമ്മേളനത്തിൽ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ചേർന്ന സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയെ തോൽപ്പിക്കാനായി ജാരന്മാർക്ക് കൂട്ടു നിൽക്കുന്ന ചില മക്കളുണ്ട്, അവരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകാരെ കരുണാകരൻ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഭർസിച്ചു എന്ന് പറയാം. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഭർസിച്ചു കരുണാകരൻ ഇത് ചെയ്തു. കരുണാകരൻ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി. പിന്നെ കരുണാകരൻ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ആൻ്റണി വന്നിരുന്നു. ആൻ്റണിക്ക് അപ്പോൾ ഇത് ആൻ്റണിയും കരുണാകരനും തമ്മിലുള്ള ഗുസ്തി അന്നുണ്ടായിരുന്നു. ആ ഗുസ്തി അതിൻ്റെ ഏറ്റവും ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഇടുക്കിക്കാരനായിട്ടുള്ള എൻ്റെ സ്നേഹിതൻ EM അഗസ്തി. EM അഗസ്തി അന്ന് വലിയ നേതാവാണ് കോൺഗ്രസ്സിലാണ്. ഈ കരുണാകരൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട കരുണാകരൻ്റെ ശക്തനായ വക്താവുമാണ്. ഒപ്പം ആൻ്റണിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ലിങ്കുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മണിക്കൂറുകളോളം ഇവർ രണ്ടുപേരും കൂടി ഒരു മുറിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാതിരുന്നതിന് ശേഷം പുറത്ത് വന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ചു, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു പോകുന്ന രീതി ഉണ്ടായിരുന്നു. അത് അന്നത്തെ അവസ്ഥയാണ്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ 3 പേർക്ക് മുഖ്യമന്ത്രി ആകണം. 3 പേർക്ക് മുഖ്യമന്ത്രി ആയേ പറ്റും. അത് രമേശ് ചെന്നിത്തലക്കാണെങ്കിൽ പാർട്ടിയിലെ പാരമ്പര്യമുണ്ട്. രമേശ് ചെന്നിത്തല പാരമ്പര്യം പറയുമ്പോൾ ശരിയുമാണ്. കാരണം KSU നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, 27ാമത്തെ വയസ്സിൽ മന്ത്രിയായി, MLA ആയി. അത് കഴിഞ്ഞിട്ട് NSUവിൻ്റെ അഖിലേന്ത്യാ നേതാവായി, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായി, പിന്നീട് AICC സെക്രട്ടറി ആയി, ഇങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഇതൊക്കെ ആയിട്ട് മാറിയ ഒരാളാണ് അദ്ദേഹം. പിന്നീട് 9 വർഷക്കാലം KPCC പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ് അദ്ദേഹം, രമേശ് ചെന്നിത്തല. ഒരു തർക്കവും വേണ്ട. പിന്നെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണ്. കാരണം KC വേണുഗോപാൽ ഇവർക്കൊന്നും പിടികിട്ടാത്ത വിധത്തിൽ ഉയർന്നു പാർട്ടിക്കകത്ത്. ഒറ്റ വാക്കിൽ പോകുന്ന ഒരു ഇതുണ്ട് ഹൈക്കമാൻഡിൽ. കാരണം KC വേണുഗോപാൽ AICCയിലെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ മറ്റേ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഇവർ 4 പേരുമാണ്. ആ കൂട്ടത്തിൽ കൂടി വേണമെങ്കിൽ ഖാർഗെയും കൂടി വന്നേക്കാം. ഖാർഗെ അങ്ങനെ വരണമെന്നുമില്ല, വേണമെങ്കിൽ വരാം. ഇനി അഥവാ വന്നാൽ തന്നെ ഖാർഗെക്ക് വിശേഷിച്ചൊരു അഭിപ്രായവും ഇല്ല. ഒരഭിപ്രായവും പറയില്ല എന്ന് ഉറപ്പുള്ള ആളെ മാത്രമാണ് AICC പ്രസിഡൻ്റ് ആക്കുക. അപ്പോൾ ശല്യം ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഖാർഗെ. ഖാർഗെ ശരിക്കും പറഞ്ഞാൽ വിശ്വസ്തനായ ഒരു അടിമയാണ്. ഗാന്ധി മറ്റേ സോണിയ കുടുംബത്തിൻ്റെ വിശ്വസ്തനായ അടിമയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ ശക്തനായ ഒരു ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലാണ്. അപ്പോൾ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നതെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിനെ വെട്ടാൻ ഇവർക്ക് കഴിയില്ല. VD സതീശൻ എന്ന് വെച്ചാൽ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും പുതിയ ജനറേഷൻ്റെ നേതാവാണ് താനെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഗുഡ് ബുക്സിൽ കടന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയോടുകൂടി നേതാവാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 3 പേരും. ആ 3 പേരും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലാണ് ഈ പ്രശ്നം. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഭാരവാഹിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഭാരവാഹികളെ തീരുമാനിക്കാൻ അവർക്ക് കഴിയും. തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പം തന്നെ. അല്ല, അത് അങ്ങനെ തീരുമാനിക്കാനും പറ്റില്ല. കാരണം ഇവർക്ക് ഓരോരുത്തരുടെയും കൂടെ എത്ര MLA മാരുണ്ടാകുമെന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഭരണം കിട്ടും എന്നൊരു ഉറപ്പുമില്ല. എന്താ ഉറപ്പില്ല എന്ന് പറയണ 110 സീറ്റാണ് ആദ്യം പറഞ്ഞത്. അത് 110 എന്നുള്ളത് കുറച്ചിട്ട് 100 സീറ്റാക്കി നിജപ്പെടുത്തി. ആര്? BD സതീശൻ.
എന്നിട്ട് പറഞ്ഞു 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ സന്യാസം സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 100 സീറ്റിൽ കുറഞ്ഞാൽ സന്യാസം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് സതീശൻ ഇരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ 100 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 72 സീറ്റ് കോൺഗ്രസ്സിന് ആകെ 72 സീറ്റ് കിട്ടണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 52 സീറ്റ് കൂടുതൽ കിട്ടണം. അത് കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും? ഈ മൂർത്തമായ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 100 എന്നുള്ള കാര്യം വിട്ട് അവർ താഴേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയണത് വെച്ചാൽ ജസ്റ്റ് ഭൂരിപക്ഷം കിട്ടി ഞങ്ങൾ ഭരിക്കും എന്നാണ് പറയണത്. ആ ജസ്റ്റ് ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്ന സന്ദർഭം വരുമ്പോഴാണ് ഈ തർക്കം. ആ തർക്കം ഇനി തുടരുകയും ചെയ്യും. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും അതിൻ്റെ ജാതകത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ ഈ സമയത്ത് പോയിട്ട് ആർക്കെങ്കിലും മാറ്റാനും കഴിയില്ല. ഗ്രഹനില അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് എന്നാൽ അടിപിടി പാർട്ടി എന്നൊരു പേര് വീണ് അല്ല, അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ് അതിൻ്റെ അകത്ത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണ് കുറച്ചെങ്കിലും അവർക്ക് സീറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ്. അപ്പോൾ ഈ കേരളം കൂടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും? അല്ല, കേരളം കിട്ടിയാലും കോൺഗ്രസ്സിന് വലിയ അവസ്ഥയില്ല എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിലായാലും ആസാമിൽ കോൺഗ്രസ്സിന് സ്കോപ്പില്ല. ബംഗാളിൽ കോൺഗ്രസ് ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് പാർട്ടിയാണ്. തമിഴ്നാട്ടിലും അവരൊരു ജൂനിയർ പാർട്ട്ണറാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് കോൺഗ്രസ് ഉള്ളത്? കോൺഗ്രസ് ആകെ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാവുന്ന സ്ഥലം കേരളമാണ്. ബാക്കി ഒരു സ്ഥലത്തും കോൺഗ്രസിൻ്റെ സാന്നിധ്യമില്ല. മാത്രമല്ല, ഇവിടങ്ങളിലെല്ലാം ഇതൊക്കെ ഈ സ്റ്റേറ്റുകളുടെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങളൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നതാണ്. തീർച്ചയായും. ഇപ്പോൾ തമിഴ്നാട് DMK രാഷ്ട്രീയം വരുന്നതിന് മുൻപും MGRൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും സംസ്ഥാന രാഷ്ട്രീയം സമ്പൂർണ്ണമായിട്ട് DMKക്ക് വിട്ടുകൊടുത്തുകൊണ്ട് AIDMKക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള MP-മാരുടെ എണ്ണം മാത്രം നിജപ്പെടുത്തി. അത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഒരു കരാറായിരുന്നു. കാരണം ഇവിടുന്ന് MP-മാർ അധികം വേണ്ട, MP മുഴുവൻ കോൺഗ്രസ്സിന് കൊടുക്കുക, MLA-മാരും മുഴുവനും AIDMKയും കൊടുക്കുക. അങ്ങനെ MG രാമേന്ദ്രൻ മുഖ്യമന്ത്രിയായിട്ട് വന്ന AIDMK വരുന്നൊരു കാലം. അത് കുറേ കാലം പിന്നീട് ഇത് കരുണാനിധി പ്രതിപക്ഷത്തൊക്കെ ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് വരുന്നത് കരുണാനിധി. അപ്പോൾ അതിന് ശേഷം അന്ന് ആ വരവ് വരുന്നതിന് മുൻപ് കാമരാജ് നാടാർ ആയിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി. കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്റ്റേറ്റാണ്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സ്റ്റേറ്റാണ്. അതിൽ നിന്ന് താഴ്ന്ന് പോയിട്ട് ഇപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ DMKയുടെ ഒരു ജൂനിയർ പാർട്ട്ണറാണ്. ചെറിയൊരു ഭാഗം മാത്രം. ജൂനിയർ പാർട്ട്ണറാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ RSPക്ക് സീറ്റ് കിട്ടുന്നു എന്നൊക്കെ പറയുന്ന പോലെയുണ്ട് കോൺഗ്രസിന് അവിടെ. RSPക്ക് ഇവിടെ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കിട്ടിയതിൻ്റെ പേരിൽ RSP വളർന്നു എന്ന് ആരും പറയാറില്ലല്ലോ. ആരും പറയാറില്ല. RSPക്കാർ മാത്രമേ അത് പറയുള്ളൂ. വേറെ ആരും അങ്ങനെ RSP 2 സീറ്റ് കിട്ടിയിരിക്കുന്ന RSP വളർന്നു എന്ന് പറയാറില്ല. കാരണം അത് പറയേണ്ട കാര്യമില്ല. ആ ഒരു RSPയുടെ അവസ്ഥയിലാണ് തമിഴ്നാട്ടിൽ ഇത് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ കുറച്ച് സീറ്റേ കിട്ടാൻ ചാൻസ് ഉണ്ട്, കിട്ടിയാൽ തന്നെ. പിന്നെ ബംഗാളിലാണെങ്കിൽ ഇവരില്ല. ബംഗാളിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയേ ഇല്ല. ഒപ്പം CPM ഇല്ല. അവിടെ നിന്ന് അവർക്ക് ഇപ്പോൾ അവിടെ ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ബൈപ്പോളാർ പൊളിറ്റിക്സ് രൂപപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെ ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെ മമത വേഴ്സസ് BJP ആണ് ബംഗാളിലുള്ളത്. അതിൽ BJPക്ക് ആണ് കുറേയും കൂടി ചാൻസ് ഉള്ളത്, കാരണം ഒരു ഗ്രോയിങ് പാർട്ടി എന്ന നിലക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ജയിച്ചാൽ പോലും ആ കേരളത്തിലെ ജയം കോൺഗ്രസിൻ്റെ വളർച്ചയുടെ ലക്ഷണമായിട്ട് നമുക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. കോൺഗ്രസ്സിൽ അത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ മൈനോറിറ്റി കൺസോളിഡേഷൻ കൊണ്ട് കുറച്ച് സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടി എന്ന് മാത്രമായിരിക്കും അതിൻ്റെ അർത്ഥം. ഒരു കാലത്ത് ഇന്ത്യ മൊത്തം ഭരിച്ചിരുന്ന ഒരു പാർട്ടി കേവലം കേരളത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയതുപോലെ. അല്ല, അങ്ങനെയാണ്. അതിപ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. പിന്നെ വേറെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ കർണാടകയിലുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് എന്നൊരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഭരിക്കാൻ പറ്റില്ല. ഇപ്പം മുസ്ലിം ലീഗിൽ തന്നെ ഇപ്പം ഇന്ന സ്ഥാനങ്ങൾ വേണമെന്ന് പറച്ചിലുകൾ വന്നു കഴിഞ്ഞു. അപ്പം കേരളത്തിൽ ഇനിയിപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി വരാനുള്ള ചാൻസ് ഉണ്ടോ? മുഖ്യമന്ത്രി
ഇല്ല, മുസ്ലിം ലീഗിനും അങ്ങനെ വേണ്ടല്ലോ, അതിൻ്റെ ചാൻസ് ഞാൻ കാണുന്നില്ല. പക്ഷേ ഭരണം മുസ്ലിം ലീഗായിരിക്കും നടത്തുക. ആര് കേറിയാലും ഭരണം ഭരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആവണമെന്നില്ല. തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു മുഖ്യമന്ത്രി അവിടെ കിട്ടിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ ഒരു ഗുണമുണ്ട്. CPI ആ സൗകര്യം ഉപയോഗിച്ചൊരു പാർട്ടിയാണ് കേരളത്തിൽ. അടിയന്തരാവസ്ഥ കാലത്ത് അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. എന്നിട്ട് അടിയന്തരാവസ്ഥയുടെ തിക്താനുഭവങ്ങളും തിക്തഫലങ്ങളും മുഴുവനും അവരെന്ത് ചെയ്യുക വെച്ചാൽ കരുണാകരൻ്റെ തലയിൽ കെട്ടിവെച്ചു. അപ്പോൾ ഇനി ഇയാൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ എന്ത് ചെയ്യുന്നതെന്ന് ചോദ്യം വരുന്നില്ലേ? കരുണാകരൻ അത് എല്ലാം കരുണാകരൻ ചെയ്തതാണെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരം കൈയാളിയത് CPI കൈയാളിയത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. എല്ലാ സ്ഥലത്തും നുഴഞ്ഞു കയറുകയും ആ നുഴഞ്ഞു കയറിയ സ്ഥലങ്ങളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്തതാണ് CPIക്കാർ. ഇലക്ട്രിസിറ്റി ബോർഡ്, അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ മന്ത്രിമാരും അവരുടെ മന്ത്രിമാരല്ലാത്തവരും പിന്നെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ മുഴുവനും ഒക്കെ ആയിട്ട് കടന്ന് കയറി ആധിപത്യം ഉറപ്പിച്ചതാണ് അവർ. ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതിന് ശേഷം അടിയന്തരാവസ്ഥ രാജൻ കേസ് വന്നപ്പോൾ അത് മുഴുവൻ ഇദ്ദേഹമാണ്, ഇയാൾ നിഷ്കളങ്കൻ, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. ആ രീതിയിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന് എന്തിനാണ് മുഖ്യമന്ത്രി പദം? തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ ആര് വന്നു, ഈ പറഞ്ഞ 3 പേരിൽ ആര് വന്നു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കൂ. അപ്പോൾ പ്രമുഖമായ വകുപ്പുകൾ കൈയടക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ആ രംഗത്ത് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ശ്രമിക്കില്ല, അത്ര മണ്ടന്മാരല്ല അവർ. കാരണം അങ്ങനെ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാലേ അത് ആ മുന്നണിയുടെ തന്നെ തകർച്ചയിലേ ചെന്ന് അവസാനിക്കുള്ളൂ. ഇപ്പം ലീഡർ കരുണാകരൻ്റെ മകള് പോലും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള പുതുതലമുറകളൊക്കെ അവരുടെ പാരമ്പര്യം വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അധപ്പതനം എന്ന് തന്നെ വേണ്ട? അല്ല, അത് കോൺഗ്രസിൻ്റെ അധപ്പതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇതിൻ്റെ നേതാവായി സോണിയാഗാന്ധി വരികയും സോണിയാഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അധപ്പതനം. അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധിക്ക് ശേഷം കോൺഗ്രസിൻ്റെ അധപ്പതനം തുടങ്ങി എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇന്ദിരാഗാന്ധി ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പിളർത്തി എന്നുള്ളതാണ്. 69 കോൺഗ്രസ് സ്പ്ലിറ്റാണ് ചരിത്രത്തിൽ പൊറുക്കാൻ വയ്യാത്തൊരു കാര്യം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അതോടുകൂടി കോൺഗ്രസിൻ്റെ തകർച്ച അവിടെ നിന്ന് തുടങ്ങി. കോൺഗ്രസ്സിൽ അച്ചടക്കം ഉണ്ടായിരുന്നത്, കോൺഗ്രസിൻ്റെ ഒരു നിലവാരം ഉണ്ടായിരുന്ന ആ നിലവാര തകർച്ചയൊക്കെ വരുന്ന അവിടെ നിന്നാണ്. അതിനു മുമ്പ് പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും ശരിയാണ്, പാർട്ടി പ്രസിഡൻറ്റിന് വലിയ ഹോൾഡ് ഉണ്ടായിരുന്നു. ഇന്ദിര വന്നപ്പോൾ പ്രധാനമന്ത്രിയും ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിക്ക് മുകളിലല്ല പാർട്ടി പ്രസിഡൻറ്റ്. എന്താണ് ബോറ അല്ലേ, ബോറയാണ് പറഞ്ഞത് ഇന്ത്യയാണ് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് അവർ പോയതാണ്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ ഗാന്ധി ഇതൊരു കളിപ്പാട്ടം പോലെ എടുത്തത്. കാരണം തനിക്ക് പരമ്പരാഗതമായി ഭരിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരവസ്ഥ എന്ന നിലക്കാണ്. രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇറ്റലിക്കാരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്നത്തെ APJ അബ്ദുൽ കലാം അവർക്ക് സാങ്കേതികമായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാരണം ഒരു പ്രശ്നവുമില്ലാതെ അവർ പറഞ്ഞാൽ എന്തും കേൾക്കുന്ന അനുസരണയുള്ള നല്ല എന്താ പറയുക, ഒരു നായയേക്കാൾ വിധേയത്വം പുലർത്തുന്ന അനുസരണയുള്ള മൻമോഹൻ സിംഗിനെ അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു. അതോടുകൂടി ഭരണം മൻമോഹൻ സിംഗ് അല്ല മറ്റേ സോണിയാഗാന്ധിയായി. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഒരു ബില്ല് കീറി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തത്. പ്രധാനമന്ത്രി അധിക്ഷേപിച്ചാണ് ഞാനീ പറയണം. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇയാളാക്കോട് കൂടി അതിൻ്റെ നാശം സമ്പൂർണ്ണമായി എന്ന് പറയാം. ആ നാശം അവിടെ നിന്ന് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ എല്ലാ ഗുണഗണങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞു എന്നും പാർട്ടിക്ക് ഇനി കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ എത്തി എന്നുമുള്ളൊരു സംഗതി വന്നു കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ട് ആളുകൾ കോൺഗ്രസ് വിട്ടു പോകുന്നത്. എന്താണെങ്കിലും കോൺഗ്രസിന് ഇനിയൊരു ഭാവി കാണണമെങ്കിൽ ഒരു വലിയൊരു മുന്നേറ്റം ഒന്നും കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയാൻ പറ്റില്ലേ? അല്ല, എങ്ങനെയാണ് മുന്നേറ്റം കാഴ്ചവെക്കാൻ? ഇതുവരെയുള്ള അനുഭവം അനുസരിച്ചിട്ട് പറ്റില്ല. എവിടെയൊക്കെ പോയി അവിടെ നിന്നും തിരിച്ചു വരുന്നതിന് ഒരു ഇതുമില്ല. UP പോയിട്ട് UPയിൽ പൊടിയില്ല, ബീഹാറിൽ പോയിട്ട് ബീഹാറിൽ പൊടിയില്ല, ഒറീസയിൽ പോയിട്ട് ഒറീസയിൽ പൊടിയില്ല, മഹാരാഷ്ട്രയിൽ പോയിട്ട് മഹാരാഷ്ട്ര ഒരു ജൂനിയർ പാർട്ട്ണറായിട്ട് മാറി, ആന്ധ്രയിൽ പോയി ആന്ധ്രയിൽ എങ്ങുമില്ല.
ഇപ്പം കർണാടകയിലോ മറ്റേ തെലുങ്കാനയിലോ മറ്റോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തെലുങ്കാനയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോവുകയും അവിടെ എല്ലാം സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് വരികയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സ്ഥലമാണ്. ഇന്ത്യ മുന്നണി വന്നിട്ടും ഇനിയൊരു രക്ഷ കാണില്ല. അല്ല, ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി വന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കോൺഗ്രസ് അടിമുടി അഴിമതിയാണെന്ന് പറഞ്ഞ കെജ്രിവാൾ, ആം ആദ്മി അവരുമായിട്ടാണ് സഖ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അഴിമതിക്കാരാണ് എന്ന് പറയുകയും ഡൽഹി നശിപ്പിച്ചതാണ് എന്ന് പറയുകയും കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ നടത്തിയ സമരത്തിൻ്റെ ഗുണഭോക്താവായിട്ടും വരികയും അതിലൂടെ കടന്നു വന്നതിന് ശേഷം അയാൾ ആദ്യം ചെയ്തത് കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്പരം അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഒരുമിച്ച് നിൽക്കുന്നതാണ്. അതൊരു വലിയ സംഭവമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും. എന്താണെങ്കിലും മെയ് 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പം നമുക്ക് കണ്ടറിയാം ആര് വാഴും ആര് വീഴും. ഇനി മൂന്നാമതൊന്നും കൂടെ പിണറായി സർക്കാരിനൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന്. അല്ല, അതും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അതും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി വരാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രോമിനൻ്റ് വനിത ആരുണ്ട് കോൺഗ്രസ്സിൽ? അങ്ങനെ ഒരു പ്രോമിനൻ്റ് വനിതാ മത്സര രംഗത്തുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ചാൻസ് ഇല്ല. CPM-ലാണെങ്കിൽ ഒരു കാര്യമുള്ളത്, അവരുടെ ഈ വനിതയാണോ ഷെഡ്യൂൾ കാസ്റ്റാണോ അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. ഫസ്റ്റ് ചാൻസ് ഗോസ് ടു ദ PB മെമ്പർ. PB മെമ്പറായിട്ട് ഒരാളെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആകേണ്ട ആൾ PB മെമ്പറാണ്. അവരുടെ പാർട്ടി ഹൈറാർക്കിയിൽ അതാണ്. PB മെമ്പർ ഇല്ലെങ്കിൽ CC മെമ്പർ വരും, കേന്ദ്ര കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി വരും. സെൻട്രൽ കമ്മിറ്റി മെമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ വരും. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ ഇല്ല എങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ വരും. ഇതാണ് അതിൻ്റെ ഒരു രീതി. കോൺഗ്രസിൽ എന്താണെങ്കിലും തമ്മിത്തല്ലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപിടി പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. എന്താണെങ്കിലും റിസൾട്ട് വരുമ്പോൾ കണ്ടു തന്നെ അറിയണം ആര് വാഴും ആര് വീഴുമെന്ന്. നന്ദി.